അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പെരുന്നാളിൻ്റെ തലേ ദിവസവും പെരുന്നാളിൻ്റെയും ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെരുന്നാളിൻ്റെ തലേ ദിവസം, അതായത് അവസാനത്തെ 30-ൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ചെറിയൊരു അവസാനവട്ട പർച്ചേസിങ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആസിമുമായിട്ട് ഞങ്ങളൊന്ന് നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനും ആസിമും വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇക്കാക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുന്നാളിൻ്റെ തലേ ദിവസത്തിൽ മൊത്തത്തിൽ ഹറിബറിയാണല്ലോ. കാരണം നമുക്ക് നോമ്പ് തുറക്കണം, അത് കഴിഞ്ഞ് മൈലാഞ്ചി കാര്യങ്ങളുണ്ട്, പിള്ളേർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും, അതേപോലെ ആണുങ്ങൾക്കാണെങ്കിൽ ഹെയർ കട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണെങ്കിൽ കൂടി വളരെ തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ പെരുന്നാളിൻ്റെ തലേ ദിവസം. അങ്ങനെ ഞാൻ മെയിൻ ഫുഡ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. രാത്രി കഴിക്കാനുള്ളത് ഗീ റൈസും പാൽക്കുഞ്ചുമാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ ഷെയർ ചെയ്ത റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തിരക്കുള്ള സമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലും ഫ്രഷ് ക്രീമുമാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പാഴ്സലി ലീവ്സ് ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതില്ലെങ്കിലും മല്ലിയിലായാലും മതി. അപ്പോൾ ആദ്യം തന്നെ പ്രോൺസ് ഒന്ന് ഉപ്പും പെപ്പറും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് പാനിലേക്ക് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ച് ചോപ്പ് ചെയ്ത ഗാർലിക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ചെറിയ പീസായിട്ട് തന്നെ ചോപ്പ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പാഴ്സലി ലീവ്സ് അല്ലെങ്കിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ നമ്മുടെ വേവിച്ച പ്രോൺസും, പിന്നെ ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ, അതേപോലെ ഫ്രഷ് ക്രീമും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പാൽക്കൊഞ്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഗീ റൈസിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ അത് മൂവ് ആവും കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ നേരത്തെ ആക്കി വെച്ചു. അപ്പോഴത്തേക്ക് നോമ്പ് തുറക്കാറായിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ നോമ്പാണ് കേട്ടോ. അങ്ങനെ നഗറ്റ്സും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഞാൻ ജ്യൂസ് നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ തക്ബീറൊക്കെ ചൊല്ലിയിട്ടിരുന്നു. അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തലേ ദിവസം രാത്രി എന്നത്തെയും പോലത്തെ ഹറിബറി ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഒരുപാട് തിരക്കൊന്നുമില്ല. അങ്ങനെ അവർ നോമ്പോറയൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് പാർക്കിലേക്ക് ഹാസിമിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ അപ്പം തുടങ്ങി ഒന്ന് മൈലാഞ്ചി ഇടാൻ ഒരാളെ തപ്പുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിൽ കൂടി ഒരാളെ പോലും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അവസാനം നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു പാർലറിൻ്റെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ലേഡി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ കയ്യിൽ കിട്ടിയിട്ട് ഞാനൊരു 9:30 മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് 10:45 സമയത്താണ് കേട്ടോ തിരിച്ചു വന്നത്. ഫുഡും കാര്യങ്ങളും വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നേ പിന്നെ ഫുഡ് കഴിച്ചു. മൈലാഞ്ചി നന്നായിട്ട് തന്നെ ചുമന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കളഞ്ഞതിന് ശേഷം കിടക്കാൻ നോക്കിയിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ദിവസമായിട്ട് സുബി കഴിഞ്ഞ് കിടന്നുള്ള ശീലമാണല്ലോ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. പക്ഷെ ഇവർക്കെല്ലാവർക്കും പള്ളിയിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ ഇക്കായും പിള്ളേരൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഹാസിമും വെറുതെ 4 മണി വരെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ 2 മണിയായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുഡിങ് ഉണ്ടാക്കി വെക്കാം. എന്തായാലും ഉറക്കമൊന്നും വരുന്നില്ല, അപ്പോൾ പകൽ അത്രയും പണി കുറയല്ലോ എന്ന് വിചാരിച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ബ്ലൂബെറിയുടെ പുഡിങ്ങും, പിന്നെ അതേപോലെ പഫ് പേസ്ട്രിയുടെ അകത്ത് ചീസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു വൈറൽ പുഡിങ്ങും രണ്ടും കൂടിയാണ് കേട്ടോ ആക്കുന്നത്. പുഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലൂബെറിയും സ്ട്രോബെറിയും കൂടി കുറച്ച് വെള്ളവും ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചാൽ കേട്ടോ. കുറച്ച് ഷുഗറും ഇട്ടിട്ട് നമ്മുടെ ജാമ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിപ്പിംഗ് ക്രീമും, പിന്നെ ഫിലാഡൽഫിയയുടെ ക്രീം ചീസ്, അതേപോലെ മിൽക്ക് മെയ്ഡ്, പിന്നെ ഫ്രഷ് ക്രീം, ഇത്രയാണ് കേട്ടോ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജാമ് നല്ല ചൂടാറി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് ലെയർ ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതിന് വേണ്ടിയിട്ടൊരു ഇറ്റാലിയൻ ബിസ്ക്കറ്റും കൂടിയിട്ട് വേണം. അതിവിടെ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ പാക്കറ്റിന് 11 ദിർഹംസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. ഞാനിപ്പോൾ ഒരു 10 തവണയെങ്കിലും ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത്രയ്ക്ക് ഡിമാൻഡാണ്. വീട്ടിലും ഡിമാൻഡാണ്. പുറത്തുനിന്ന് വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പഫ് പേസ്ട്രി ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചീസ് ചെറിയൊരു പീസ് വെച്ചിട്ട് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ എഗ് വാഷൊക്കെ ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ട ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റുള്ള പുഡിംഗ് ആണെന്നാണ് പറഞ്ഞത്.
പക്ഷെ ഇവിടെ എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നായിട്ട് തോന്നിയില്ല. പക്ഷെ ഹംദാനാണ് കേട്ടോ അത് ലാസ്റ്റ് ഫിനിഷ് ചെയ്തത്. ബ്ലൂബെറിയുടെ പുഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പുഡിങ്ങിന് ഒരു സെക്കൻഡ് ചാൻസ് എന്തായാലും ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ 4 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പണികൾ നാളെ ബേക്ക് ചെയ്തെടുക്കലൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ തന്നെ ക്ലിം ഫിലിം വെച്ചിട്ട് ക്ലോസ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇതും ഞാൻ മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അതേ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലൂബെറിയൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുക്കണം. ഒരിക്കലും മിക്സിയുടെ ജാറിൽ അടിക്കരുത് കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റായി പോവും, കുറച്ച് വാട്ടറി ആയി പോവും. നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒരു ജാമിൻ്റെ പരുവത്തിലാക്കി എടുത്താൽ മതി. അതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതാണ് ആ ഒരു ഇറ്റാലിയൻ ബിസ്ക്കറ്റ്. അത് ഒന്ന് ആദ്യം നമ്മൾ ലിക്വിഡ് ആദ്യം ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഏറ്റവും മുകളിൽ ബാക്കിയുള്ള പോർഷനും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. മൈ ഇംഗ്ലീഷ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 8-9 തവണയെങ്കിലും ഈ ഒരു സംഭവം ഓരോ സമയത്തും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഞാൻ നേരെ കിടന്നു. അങ്ങനെ അൽഹംദുലില്ലാ അതേ പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ. രാവിലേക്കായും പിള്ളേരൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഹാസിമും നല്ല ഉറക്കമാണ്. ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് തന്നെ നിസ്കരിച്ചു. അതേ നമ്മുടെ പൂച്ചേനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പൂച്ച തന്നെയാണ്. പിന്നെ ഹാസിമിൻ്റെ ശല്യം സഹിക്കാണ്ട് ഇവിടെ കൊണ്ടുവരാറില്ല. ആളങ്ങനെ പെരുന്നാളായതുകൊണ്ട് മാത്രം ഇങ്ങനെ കൊടുന്നതാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ലോങ് വീഡിയോസ് എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. പെരുന്നാളിനാണെങ്കിലും ഭയങ്കര മടിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഷോർട്ട് വീഡിയോസിന് മാത്രമുള്ള വീഡിയോസേ എടുത്തിട്ടുള്ളൂ. ചെറിയ റാൻഡം പിക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവർ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞാനൊക്കെയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫോർ സ്ക്വയറിൽ പോയി പിള്ളേർക്കുള്ള ഫുഡും കാര്യങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിള്ളേർ വീട്ടിലില്ല കേട്ടോ. എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സായിട്ട് ഫുള്ള് കറക്കത്തിലും കളിയിലും കാര്യങ്ങളിലൊക്കെയാണ്. ഇടയ്ക്ക് നമ്മുടെ പെരുന്നാൾപ്പടി വാങ്ങിക്കാനും മിഠായി കഴിക്കാനൊക്കെ വന്നു പോവും എന്നല്ലാതെ വീട്ടിലേ കാണുന്നില്ല ആരെയും. എല്ലാവരും നല്ല കളിയിലും കാര്യങ്ങളിലുമാണ്. അവരവരുടെ ഫ്രണ്ട്സായിട്ടാണല്ലോ കൂടുള്ളൂ. അങ്ങനെ ഇക്ക ഒന്ന് പോയി വന്നിട്ടൊന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ മട്ടൻ ബിരിയാണിയൊക്കെ റെഡിയാക്കി. മട്ടൻ മന്തിയാണ് കേട്ടോ, മട്ടൻ മന്തിയാണ്. നമ്മുടെ പുതിയ പാത്രം ഇന്നാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ കുറച്ചൊന്ന് അടി പിടിക്കുന്നുണ്ട് കേട്ടോ. കാസ്റ്റ് ചെയ്യേണ്ട പാത്രമാകുമ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെയല്ലല്ലോ, നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ ഒന്നും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് മന്തി ഒന്ന് അടിയിൽ ചെറുതായിട്ട് പിടിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ മുകളിലുള്ള മന്തിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അടിയിൽ ചെറുതായിട്ട് റൈസ് അത്രയും നമുക്ക് മിസ്സാവുമല്ലോ. അടിയിൽ പിടിച്ചത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, കളയേണ്ട വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാസ്റ്റ് ചെയ്യേണ്ട പാത്രം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കണം. ഹാറൂൺ അത്യാവശ്യം ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി മിഠായും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ അവന് വിശപ്പില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അവൻ അങ്ങനെ ഞങ്ങൾ 3 പേരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഒരു സിമ്പിൾ ഈദിട്ടാ. അങ്ങനെ അത്ര വലിയ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് പള്ളിയിലൊക്കെ പോയി വന്ന് അങ്ങനെയുള്ളൊരു പെരുന്നാൾ ആഘോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.